തുർക്കിയിൽ വീണ്ടും ഭൂചലനം 12 മണിക്കൂറിനിടെ രണ്ടാമത്തെ ഭൂചലനമാണ് തുർക്കിയിൽ ഉണ്ടാകുന്നത്. റിക്ടർ സ്കെയിലിൽ 7.5 തീവ്രത രേഖപ്പെടുത്തി. നിലവിൽ ഭൂകമ്പത്തിൽ മരിച്ചവരുടെ എണ്ണം 2000-ലേക്ക് അടുത്തിരിക്കുകയാണ്. വിവരങ്ങളുമായി ആതിര ചേരുന്നുണ്ട്. ആതിര, കഴിഞ്ഞ 12 മണിക്കൂറിനിടെ രണ്ടാമത്തെ ഭൂചലനമാണ്. ഓരോ മണിക്കൂറുകൾ കടന്നു പോകുമ്പോഴും മരണസംഖ്യ ഉയരുന്നുണ്ട്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഗീസ്, ഇന്നലെ രാത്രിയോടെയായിരുന്നു തുർക്കിയിൽ ആദ്യ ഭൂചലനം അനുഭവപ്പെട്ടത്. ആളുകൾ ഉറങ്ങിക്കിടക്കുന്നതിനിടെയായിരുന്നു റിക്ടർ സ്കെയിലിൽ 7.8 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം ഉണ്ടായത്. അതിനുശേഷം ഏകദേശം 11 മിനിറ്റുകൾക്കുള്ളിൽ വീണ്ടും ഒരു തുടർചലനം ഉണ്ടാകുന്ന സ്ഥിതിയും ഉണ്ടായി. ഇതേ തുടർന്ന് നിരവധി കെട്ടിടങ്ങൾ തകർന്ന് വീണിരുന്നു. തുർക്കി സിറിയൻ അതിർത്തിയിലെ ഗാസിയൻ ടെപ്പിലായിരുന്നു ഭൂചലനം അനുഭവപ്പെട്ടത്. അവശിഷ്ടങ്ങൾക്കിടയിൽ അടിയിൽ ഉൾപ്പെടെ നിരവധി ആളുകൾ കുടുങ്ങിക്കിടക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിൻ്റെ രക്ഷാപ്രവർത്തനങ്ങളും ഊർജിതമായി പുരോഗമിക്കുകയായിരുന്നു. വൈദ്യുതി ബന്ധം താറുമാറായതും റോഡുകൾ തകർന്നതും ഉൾപ്പെടെ രക്ഷാപ്രവർത്തനത്തിന് വെല്ലുവിളി സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. ഇതിൻ്റെ രക്ഷാപ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നതിനിടെയാണ് ഇന്ന് ഉച്ചകഴിഞ്ഞ് 1:24 വീണ്ടും ഒരു ഭൂചലനം തുർക്കിയിൽ അനുഭവപ്പെട്ടത്. റിക്ടർ സ്കെയിലിൽ 7.5 തീവ്രതയാണ് രേഖപ്പെടുത്തിയത്. ആദ്യ ഭൂചലനമുണ്ടായ പ്രദേശത്ത് നിന്നും ഏകദേശം കിലോമീറ്ററുകൾ മാത്രം അകലെ എക്കിനോസുവിലാണ് രണ്ടാമത് ഭൂചലനം ഉണ്ടായത്. തെക്കുകിഴക്കൻ തുർക്കിയിലെ തന്നെ എക്കിനോസുവിൽ ഭൂചലനം അനുഭവപ്പെട്ടത്. ഭൂചലനങ്ങളിൽ തുർക്കിയിൽ മരണസംഖ്യ 1900 കടന്നിട്ടുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം. തുർക്കിയിൽ 1498 അതുപോലെ തന്നെ സിറിയയിൽ 783 മരണം റിപ്പോർട്ട് ചെയ്തതായിട്ടാണ് വിവരങ്ങൾ ലഭിക്കുന്നത്. തുർക്കി സിറിയൻ അതിർത്തിയിലാണ്. സിറിയയ്ക്ക് പുറമെ ലെബനൻ, ഇസ്രായേൽ ഉൾപ്പെടെ ഉള്ള രാജ്യങ്ങളിലെ ആളുകളെയും ഈ ഒരു ഭൂചലനം സാരമായി ബാധിച്ചിട്ടുണ്ട്. മാത്രമല്ല സിറിയയിലെ അലപ്പോ, ഹാമ, ലതാക്കിയ, ടർട്ടസ് എന്നീ പ്രദേശങ്ങളെയാണ് ഭൂചലനം കാര്യമായി ബാധിച്ചിട്ടുള്ളത്. മരണസംഖ്യ ഇനിയും ഉയരാനുള്ള സാധ്യതയാണ് അധികൃതർ കാണുന്നത്. അതേസമയം ഈ ആദ്യത്തെ ഭൂചലനത്തിൻ്റെ തുടർചലനമല്ല ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് എന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. തുടർചലനങ്ങൾ ഇപ്പോഴും തുർക്കിയിൽ തുടരുന്നുണ്ടെന്നൊരു റിപ്പോർട്ടും പുറത്തു വരുന്നുണ്ട്. എന്നാൽ രക്ഷാപ്രവർത്തനത്തിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ രക്ഷാപ്രവർത്തനത്തിന് വെല്ലുവിളി സൃഷ്ടിച്ചുകൊണ്ട് തുർക്കിയിലെ കാലാവസ്ഥ നിൽക്കുന്നുണ്ട്. തുർക്കിയിൽ അതിശൈത്യമാണ്. കനത്ത മഞ്ഞുവീഴ്ച ഏറെ ദുഷ്കരമാക്കുന്നുണ്ട് രക്ഷാപ്രവർത്തനങ്ങളെ എന്നാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. മാത്രമല്ല നിരവധി കെട്ടിടങ്ങൾ തകർന്നു വീണിട്ടുണ്ട്. ആളുകൾ ഉറങ്ങിക്കിടക്കുന്ന സമയമായത് ദുരന്തത്തിന് ആക്കം കൂട്ടുന്നുണ്ട്. കെട്ടിടങ്ങൾക്കടിയിൽപ്പെട്ട ആളുകളെ പുറത്തെത്തിക്കുന്നതിൽ ഉൾപ്പെടെയുള്ള ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ പ്രചരിച്ചിട്ടുണ്ട്. ഇതിൽ നിന്നും വ്യക്തമാണ് ദുരന്തത്തിൻ്റെ ആക്കം എത്രത്തോളം ഉണ്ടെന്ന്. ഈ ഒരു ആളുകളെ പുറത്തെത്തിക്കുന്ന പ്രവർത്തനങ്ങൾ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഗീസ്. അതിനൊപ്പം തന്നെ തുടർചലനങ്ങളാണെന്ന റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരുന്നുണ്ട്. എന്നാൽ അത് ഒരു ഔദ്യോഗികമായിട്ടുള്ള ഒരു റിപ്പോർട്ടല്ല. എന്നിരുന്നാൽ പോലും ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നും കൈക്കൊണ്ടിട്ടുള്ള നടപടികൾ എന്തൊക്കെയാണ്? ഇവരെ മാറ്റിപ്പാർപ്പിക്കുന്നത് അടക്കമുള്ള, അല്ലെങ്കിൽ ആ സ്ഥലങ്ങളിലുള്ളവരെ മാറ്റിപ്പാർപ്പിക്കുന്നത് അടക്കമുള്ള നടപടികൾ ഭരണകൂടം സ്വീകരിച്ചിട്ടുണ്ടോ? ഗീസ്, 100 വർഷത്തിനിടെ ഉണ്ടായ ഏറ്റവും വലിയൊരു ഭൂചലനം എന്നാണ് തുർക്കി പ്രസിഡന്റ് തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത്. ആദ്യ ഭൂചലനത്തിനു ശേഷം ഒരു യോഗം ചേർന്നിരുന്നു. സ്ഥിതിവിവരങ്ങൾ അനാലിസിസ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു യോഗം ചേർന്നിരുന്നു. ഇതിൽ ഭയക്കേണ്ട സാഹചര്യം ഇല്ല എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സുനാമി മുന്നറിയിപ്പ് ഉൾപ്പെടെ തുർക്കിയിൽ നൽകിയിട്ടുണ്ടായിരുന്നു എന്നൊരു വിവരം ആദ്യഘട്ടത്തിൽ പുറത്തു വന്നിരുന്നു. മാത്രമല്ല ഡാമിലെ വിള്ളലുകൾ ഉൾപ്പെടെ ചർച്ച ചെയ്തിരുന്നു. എന്നാൽ ഇതെല്ലാം നിഷേധിച്ചുകൊണ്ട് ഇപ്പോൾ ഭയക്കേണ്ട സാഹചര്യമില്ല എന്നാണ് പ്രസിഡന്റ് വ്യക്തമാക്കിയിരുന്നത്. എന്നാൽ അതിനുശേഷമാണ് പിന്നീട് വീണ്ടും ഒരു ഭൂചലനം ഉണ്ടായിട്ടുള്ളത്. തുർക്കി സിറിയൻ അതിർത്തിയിൽ തന്നെയാണ്. സിറിയൻ അഭയാർത്ഥികൾ ഏറെ തിങ്ങിപ്പാർക്കുന്ന ഒരു പ്രദേശമാണിത്. ഇവിടെ നിന്നെല്ലാം ആളുകളെ മാറ്റി പാർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല രക്ഷാപ്രവർത്തനത്തിന് ദുഷ്കരമായി നേരത്തെ സൂചിപ്പിച്ചതുപോലെ റോഡുകൾ തകർന്നതും വൈദ്യുതി ബന്ധം ഉൾപ്പെടെ വിച്ഛേദിച്ചതും താറുമാറായി കിടക്കുന്നതും രക്ഷാപ്രവർത്തനം ബുദ്ധിമുട്ടിലാക്കുന്നുണ്ട്. അതുകൊണ്ട് അതാണ് മരണസംഖ്യ ഇത്രയും ഉയരാനുള്ളൊരു സാഹചര്യവും ഇതുതന്നെയാണെന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഗീസ്. വ്യക്തമാണ്. ആതിര ആണ് വിശദാംശങ്ങൾ നൽകിയത് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും.